വോയിസ് ഓഫ് ദി ചർച്ച് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ വിശിഷ്ട അതിഥിയായി എത്തിയിരിക്കുന്നത് മലങ്കര കത്തോലിക്ക സഭയുടെ അധിപനായിട്ടുള്ള ആർച്ച് ബിഷപ്പ് കാർഡിനലായിട്ടുള്ള മാർ ക്ലീമീസ് പിതാവാണ്. പൊതുമേഖലയിലും സഭയിലും വളരെ അധികം ആക്റ്റീവായിട്ടുള്ള പിതാവിനെ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. സഭയുടെ ശബ്ദമെന്ന നിലയിൽ അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് ഇന്ന് കേൾക്കാം. പിതാവെ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായി. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ജനാധിപത്യം എന്ന് പറയുന്നിടത്ത് നാട്ടിലെ ഓരോ പൗരനും ഒരേ മൂല്യമാണ്. അവൻ എത്ര വലിയ ഇൻഡസ്ട്രിയലിസ്റ്റ് ആണെങ്കിലും നമ്മൾ ഫോബ്സ് മാഗസിൻ പോലെയുള്ള മാഗസിനുകളിൽ പേര് വരുന്ന ആളുകൾ, ലോകത്തിലെ ഏറ്റവും വലിയ ധനികരുടെ ലിസ്റ്റിൽപ്പെടുന്ന ഒരുപാട് പേര് ഇന്ത്യയിലുണ്ട്. ഇനി ദരിദ്രന്മാരുടെ പട്ടിക അങ്ങനെ ലോകത്തിൽ പ്രസിദ്ധീകരിക്കാത്തത് കൊണ്ട് നമ്മുടെ നാട്ടിലെ ദരിദ്രന്മാരുടെ ലിസ്റ്റ് വരുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ ഒരുപക്ഷെ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ദരിദ്രം, കാരണം ഏറ്റവും കൂടുതൽ ആളുകളുടെ രാജ്യമാണിത്, ദരിദ്രന്മാരും ഈ രാജ്യത്ത് തന്നെയാണ് ഉണ്ടാവാൻ സാധ്യത. ഇപ്പോൾ ഒരു യഥാർത്ഥ ഡെമോക്രസിയിൽ സംഭവിക്കേണ്ടത് പണമുണ്ടാക്കാൻ എല്ലാവരെ കൊണ്ട് സാധിക്കില്ല, അതിൻ്റെ കഴിവുള്ളവരില്ല. അപ്പോൾ ആ കഴിവുള്ള ആളുകളെ അതിന് പരമാവധി അവരെ സഹായിക്കുകയും അവരുണ്ടാക്കുന്ന ആ വലിയ ധനത്തിൽ നിന്ന് നല്ലൊരു പങ്ക് ടാക്സായി അവരിൽ നിന്ന് വാങ്ങിച്ചെടുത്ത് അത് മുഴുവൻ സമൂഹത്തിനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യേണ്ട ഒരു സംഗതിയാണ് യഥാർത്ഥ ഡെമോക്രസിയിൽ സംഭവിക്കേണ്ടത്. ഇവിടെ ഇപ്പം നമ്മളുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തെല്ലായിടത്തും കാണുന്ന ഒരു സംഗതിയാണ് ഈ പണമുണ്ടാക്കാൻ ഇൻഡസ്ട്രിയലിസ്റ്റ് സെക്ടറുകൾ വരുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ധനികന്മാർക്ക് അവർക്ക് എല്ലാ തരത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും നേരെ മറിച്ച് അവരിൽ നിന്ന് ഈടാക്കേണ്ട ടാക്സ് പോലത്തെ കാര്യങ്ങൾ ഈടാക്കാതെ അവരെ ടാക്സ് ഇവേഡ് ചെയ്ത് രക്ഷപ്പെടാനും അവരുടെ കടങ്ങൾ എഴുതി തള്ളാനും ഒക്കെ ഉള്ള ഒരു പ്രവണത ഉണ്ടാവുകയും ഈ കർഷകരടക്കമുള്ള ആളുകൾ തീർത്തും ഇഗ്നോർ ചെയ്യപ്പെട്ടു പോവുകയും ചെയ്യുന്ന ഒരു രീതി ലോകത്തെല്ലായിടത്തുമുണ്ട്. ഇന്ത്യയിലും ഇന്നത് വളരെ പ്രകടമായി കാണുന്നുണ്ട്. ഇതിനെപ്പറ്റിയുള്ള പിതാവിൻ്റെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. നമ്മുടെ ഭാരതത്തിൻ്റെ അതൊരു കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യം, ലോകത്തിലെല്ലായിടത്തുമുള്ള കാര്യമാണ്. എങ്കിലും നമ്മുടെ ദേശത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ ബെനഫിറ്റ് ആരിലേക്കാണ് എത്തുന്നത്? യഥാർത്ഥത്തിൽ ആർക്കാണ് ആനുകൂല്യങ്ങൾ കൂടുതൽ പ്രഖ്യാപിക്കപ്പെടുന്നത്? ഇവിടെ സിറ്റികൾ സ്മാർട്ടാകുന്നു, വില്ലേജുകൾ ദരിദ്രമാകുന്നു. വില്ലേജുകളിലെ ജനങ്ങൾ ഒഴിഞ്ഞു പോകുന്നു, സിറ്റികളിലേക്ക് കൂടുതൽ ആളുകൾ വരുന്നു. ഗാന്ധിജിയുടെ വാക്ക് ഇന്ന് പ്രസക്തമാണോ ആവോ? ഭാരതത്തിൻ്റെ ആത്മാവ് വസിക്കുന്നത് ഗ്രാമങ്ങളിലെന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ മുഴുവൻ നടന്ന് കണ്ടിട്ടാണ്, ഇന്ത്യ മുഴുവൻ മനസ്സിലാക്കിയിട്ടാണ്. സോ ഇഫ് യു വാണ്ട് ദ റിയൽ സ്പിരിറ്റ് ഓഫ് ഇന്ത്യ യു ഷുഡ് ഗോ ടു ദ വില്ലേജസ്. ഇവിടുത്തെ ദാരിദ്ര്യം മാത്രമല്ല, ഒരുമിച്ച് ജീവിക്കുന്ന ആ ഒരു സ്ഥിതിയും ആ ഒരു കൂട്ടായ്മയും എല്ലാം കണ്ടുകൊണ്ടാണല്ലോ ഗാന്ധിജി പറഞ്ഞത് ഗ്രാമങ്ങളിലാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ കാഴ്ച. നമ്മുടെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളിൽ നിന്ന് പിരിച്ചെടുക്കുന്ന തുകയാണ്. പല പേരിൽ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആ തുക, അതിൻ്റെ ബെനഫിറ്റ് ദരിദ്രർക്കാണോ ധനികർക്കാണോ ഏറ്റവും കൂടുതൽ കിട്ടുന്നത്? സാറ് പറഞ്ഞതുപോലെ ഇത് വീണ്ടും ഷെയർ ചെയ്യപ്പെടേണ്ട ഒരു തുകയുടെ ഭാഗമാണ്. നമ്മളെല്ലാം കൊടുക്കുന്ന തുക, ഈ ടാക്സ് എന്ന് പറയുന്ന പല ഓമനപ്പേരിലുള്ള സർക്കാരിലേക്ക് അടയ്ക്കുന്ന തുക, ആ തുക എന്തിനാണ് വിനിയോഗിക്കപ്പെടേണ്ടത്? ഇൻ വ്യൂ ഓഫ് വാട്ട്? ഏത് കാര്യത്തിന് വേണ്ടിയാണ് വിനിയോഗിക്കപ്പെടേണ്ടത്? അപ്പോൾ നമ്മളിവിടുത്തെ വ്യവസായങ്ങൾ ത്വരിതപ്പെടുത്താൻ, വളർത്താൻ, നമ്മൾ ഇൻഡസ്ട്രിയൽ മേഖലയിലേക്ക് വലിയ ആകർഷണീയമായ ചില നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇൻസെൻറ്റീവ് കൊടുക്കുന്നു. ഫൈൻ. IT ഫീൽഡിൽ അല്ലെങ്കിൽ തൊഴിൽ സാധ്യതയുള്ള മറ്റേതെങ്കിലും ഫീൽഡിൽ കൊടുക്കുന്നു. കർഷകർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ കൊടുക്കുന്നു. ഈ കൊടുക്കുന്നത് കഴിഞ്ഞതിൻ്റെ ഒരു മോണിറ്ററിങ്, സാറ് സൂചിപ്പിച്ച ഭാഗത്തേക്ക് ഞാൻ വരിക. ഇവിടെ നിന്ന് അവർക്ക് ലഭിക്കുന്ന ആനുകൂല്യത്തിൻ്റെ ഒരു റിട്ടേൺ വീണ്ടും തിരിച്ച് നമ്മുടെ സോഴ്സിലേക്ക് വരുന്നുണ്ടോ എങ്കിൽ അത് എന്തിനുപയോഗിക്കപ്പെടുന്നു?
അതിവിടുത്തെ ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ആളുകളിലേക്ക് എത്തുമ്പോഴേ ഡെമോക്രസിയിലെ നീതി ഉണ്ടാകുകയുള്ളൂ. ഇപ്രകാരം സ്വരൂപിച്ചു വരുന്ന പണം ഉപയോഗിച്ച് ആയുധം വാങ്ങിക്കുന്നത് പാപമാണ്. അതിനുവേണ്ടിയല്ല. അപ്പോൾ ഇവിടുത്തെ ദരിദ്രനാരായണന്മാർ, ഇവിടുത്തെ ലക്ഷോപലക്ഷം കോടിക്കണക്കിന് പാവപ്പെട്ട മനുഷ്യരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി നമുക്ക് പദ്ധതികൾ ആവിഷ്കരിക്കണം. അതിന് ഈ ഏറെ വർഷം മുമ്പ് അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്ത പണം തിരികെ ഇതിൻ്റെ ബെനഫിഷ്യറീസ് തിരിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് എടുത്ത് ഉപയോഗിക്കാം. ഈ പ്രോസസ്സ് ഐഡിയലാണ്. ഇത് നടക്കുന്നുണ്ടോ എന്ന് മോണിറ്റർ ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇനി സാറ് പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്കത് വളരെ ആശ്ചര്യമായിട്ട് തോന്നി. ലോകത്തിലെ ഏറ്റവും സമ്പന്നന്മാരുടെ ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും, ദരിദ്രന്മാരുടെ ലിസ്റ്റ് കൂടി പബ്ലിഷ് ചെയ്യുമ്പോഴേ യാഥാർത്ഥ്യം മനസ്സിലാകുകയുള്ളൂ. ഇനി നമ്മുടെ നാട്ടിലെ ഏറ്റവും ധനികരായ ആളുകളുടെ പെർ ക്യാപിറ്റ ഇൻകം എടുത്തിട്ടാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ അവരുടെ സമ്പദ് വ്യവസ്ഥയുടെ മുഴുവൻ തുകയെടുത്ത് കാണിച്ച് അതെല്ലാവരുടെയും പേരിൽ ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ട് ലോകത്തോട് പറയും ഞങ്ങളുടെ ജി ഡി പി ഇത്രയാണ്. കണക്കും പ്രകാരം ശരിയാണ്. കണക്കും പ്രകാരം ശരിയാണെന്ന് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ ഈ ജി ഡി പിയുടെ ഒരു ഷെയറിന് ഈ ദരിദ്രനും അവകാശമുണ്ട്. കണക്കിലേ ഉള്ളൂ അവൻ്റെ ഈ അവകാശം, അവന് കിട്ടുന്നില്ല. ഇവിടെ ഒരു പൊളിച്ചെഴുത്ത് ആവശ്യമുണ്ട്. ഇനി നമ്മൾ ഈ പറയുന്ന സമാഹരിച്ചെടുക്കുന്ന തുക ഉപയോഗിക്കുന്ന രീതി, അത് എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു? ഞാൻ നമ്മുടെ ഒരു രാജ്യത്തിൻ്റെ ഒരു സ്ഥിതി പറയുമ്പോൾ വർഷങ്ങളായി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചൈനയെതിര്, പാകിസ്ഥാനെതിര്, പിന്നെ അടുത്തെങ്ങും തൊട്ട് പ്രബലമായ രാജ്യമൊന്നും ഇല്ലാത്ത നമ്മുടെ ഭാഗ്യം, ഇവരൊക്കെ എതിര്. അപ്പോൾ എന്ത് ചെയ്യണം? അത്യന്താധുനിക യുദ്ധോപകരണങ്ങൾ നമ്മൾ വാങ്ങിച്ച് കൂട്ടണം. ഇന്ത്യ പോലെയുള്ള ജനാധിപത്യ രാജ്യത്ത് നമ്മൾ ഇത്രയും അസ്വസ്ഥത ഈ മേഖലയെ കാണിക്കേണ്ട കാര്യം എന്താ? നമുക്ക് ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരെ രക്ഷിക്കാൻ, സഹായിക്കാൻ പദ്ധതിയിടണ്ടേ? നമ്മൾ പോയി ഫ്രാൻസിൽ നിന്നോ മറ്റ് രാജ്യങ്ങളിൽ നിന്നോ ഒക്കെയുള്ള അത്യന്താധുനിക യുദ്ധോപകരണങ്ങൾ അടങ്ങുന്ന വിമാനങ്ങളും ഒക്കെ വാങ്ങിക്കുന്നു. നമ്മൾ വിഡ്ഢികളാകാൻ പാടില്ല. എങ്കിലും നമ്മൾ ലോകത്തിലെ മറ്റ് വികസിത രാജ്യങ്ങൾ ചെയ്യാത്തതിനേക്കാൾ കൂടിയ ഒരു ആയുധ ശേഖരം നമ്മുടേതുപോലൊരു രാജ്യം വാങ്ങിച്ച് കൂട്ടുന്നത് ഈ പാവപ്പെട്ടവനായി നിൽക്കുന്ന ഒരവസ്ഥയിൽ നിലനിൽക്കുമ്പോൾ അത് ശരിയാണോ എന്നൊരു ചോദ്യമുണ്ട്. ഞാൻ ഈ പറയുന്ന രാജ്യത്തിൻ്റെ സെക്യൂരിറ്റിയെക്കുറിച്ചുള്ള എൻ്റെ ഒരു സംശയമല്ല. സെക്യൂരിറ്റി വേണമെന്ന കാര്യത്തെക്കുറിച്ചും ഒരു സംശയവുമില്ല. അത് നമ്മുടെ രാജ്യം ചെയ്യുന്ന പ്രവർത്തികൾക്കൊക്കെ പൂർണ്ണമായിട്ടുള്ള ഒരു മനസ്സോടുകൂടി ഞാൻ പറയുന്നത് നല്ലത്. പക്ഷേ ലോകത്ത് സമാധാന ചർച്ചകൾ നടക്കുമ്പോൾ വട്ടമേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ച് സമാധാനത്തിന് വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിലേർപ്പെട്ടിരിക്കുന്ന രാജ്യങ്ങൾ ആയുധം ഇവർക്ക് തന്നെ കൊടുത്താലോ? ലോക സമാധാനമാണ് ചർച്ചാ വിഷയം. അവിടെ ഇരിക്കുന്ന രാജ്യങ്ങളുടെ പ്രധാന വരുമാനം ആയുധം വിറ്റുള്ള വരുമാനമാണ്. ഇതാണ് ഏറ്റവും വലിയ കോൺട്രഡിക്ഷൻ. യുദ്ധത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, നമുക്ക് സമാധാനം വേണമെന്ന് പറയുകയും യുദ്ധം ചെയ്യുന്ന കക്ഷികൾക്ക് രണ്ടു പേർക്കും അറിഞ്ഞും അറിയാതെയും ഇവർ യുദ്ധോപകരണങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുന്ന ആത്മാർത്ഥതയില്ലായ്മയുടെ ഒരു വലിയ ഒരു കച്ചവടം ലോകത്ത് നടക്കുന്നുണ്ട്. ഇത് ഇമ്മൊറാലിറ്റിയാണ്. അപ്പോൾ ഇത് വളരെ ശ്രദ്ധയോടുകൂടി കൈകാര്യം ചെയ്യണം. നമ്മുടേതുപോലെയുള്ള ജനാധിപത്യ വ്യവസ്ഥിതിയുള്ള രാജ്യം ഇതുപോലെയുള്ള ഒരു അപകടത്തിൽപ്പെടാൻ പാടില്ല എന്ന് ഒരു ആവറേജ് ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് ശഠിക്കുന്നതിൽ തെറ്റില്ല. നമ്മുടെ ഡെമോക്രസി ഇറ്റ് ഇസ് ഡിഫറൻറ്റ്. ഇന്ത്യയുടെ ഡെമോക്രസിയും ഇന്ത്യയുടെ സെക്കുലറിസവും മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഇത് ഇത്രയും ആയിരക്കണക്കിന് മനുഷ്യർ, കോടിക്കണക്കിന് മനുഷ്യർ ഒരു സംഘർഷത്തിൻ്റെ
വക്കിലല്ലാതെ സമാധാനത്തോടെ ജീവിക്കുന്ന ഒരു രാജ്യത്തിൻ്റെ പ്രത്യേകതയെല്ലാം നമ്മുടെ ഡെമോക്രസിയിലുണ്ട്, നമ്മുടെ സമീപനത്തിൽ. ഇന്ത്യയുടെ ചേരിചേരാ നയം ഒന്നും നട്ടലില്ലായ്മയുടെ വിശേഷണമല്ല. അതായത് ഒരു കക്ഷിയുടെയും കൂട്ടത്തിൽ അന്ധമായി ചേരില്ല എന്നർത്ഥം. നമ്മുടെ അന്നത്തെ ഈ നെഹ്റുവിൻ്റെയും ഇന്ദിരയുടെയും കാലത്തുള്ള ഒരു സമീപനത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള അമേരിക്കയുടെയും റഷ്യയുടെയും ചേരിയിൽ അന്ധമായി ചേരാൻ ഇന്ത്യയില്ല. ഇന്ത്യ ഇന്ന് വാസ്തവത്തിൽ പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ സംവിധാനത്തിൽ ഇന്ത്യക്ക് ആഗോള വ്യാപകമായ ഒരു ഐഡൻറ്റിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ, വളർത്തിയെടുക്കാൻ നല്ല പരിശ്രമങ്ങൾ നടത്തുന്നുണ്ട്, നല്ലത്. പക്ഷേ ജനാധിപത്യത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ചില അടിസ്ഥാനപരമായ ഈ ഈ ഈ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ഒരു സംരക്ഷണം എന്ത് വില കൊടുത്തും അത് നടക്കണം. എങ്കിലേ ഇറ്റ് ഈസ് ദ വോയിസ് ഓഫ് ദ പീപ്പിൾ, ജനങ്ങളുടെ ജനമനസ്സിൻ്റെ ഒരു ഭരണം. അതിന് ചില ആളുകൾ മുമ്പിൽ നിന്ന് നമ്മെ നയിക്കുന്നു. അങ്ങനെ നമുക്കൊരു കാര്യം ചെയ്യാൻ സാധിക്കുന്നുവെങ്കിൽ ഇന്ത്യയുടെ ജനാധിപത്യം വീണ്ടും ശ്രദ്ധിക്കപ്പെടും. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റാഫേൽ വിമാനം വാങ്ങട്ടെ, അത് നടക്കട്ടെ, പക്ഷേ ഈ ദരിദ്രൻ്റെ പാത്രത്തിൽ ഭക്ഷണം വീണു എന്നുള്ള കാര്യം ആദ്യം നമ്മൾ ഉറപ്പിക്കണം. അതിന് ശേഷം വേണം ബാക്കിയുള്ള എന്ത് കാര്യങ്ങളിലും നമ്മൾ മുൻപോട്ട് പോകാൻ. നമുക്ക് ആകെയുള്ള തുക ഇതാണ്. എത്ര ശതമാനം ഇതിനൊക്കെ മാറ്റി വെക്കണം? പ്രയോറിറ്റി എന്താണ്? ആരാണ് മുൻഗണനാക്രമത്തിൽ? അപ്പോൾ ഈ ദരിദ്ര നാരായണന്മാർക്ക് എന്തെങ്കിലും മിച്ചമുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതല്ല, അവരായിരിക്കും ആദ്യം അവൻ്റെ പക്ഷം. അതിനുശേഷം അതെ നമുക്ക് ബാക്കിയുള്ളത്. അതെ. അപ്പം അവിടെയാണ് നമ്മൾ ഈ പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഈ രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഗാന്ധിജിയാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു റോൾ മോഡൽ. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും പറയുന്ന പൗരോഹിത്യം പോലെ തന്നെ ശ്രേഷ്ഠമായ ഒരു സംഗതിയാണ് രാഷ്ട്രീയ പ്രവർത്തനം. അപ്പോൾ നമ്മളുടെ രാഷ്ട്രീയ പ്രവർത്തന മേഖലയിൽ നിന്ന് ഇന്ന് സത്യസന്ധത എന്നുള്ളത് തീർത്തും മാഞ്ഞു പോയിരിക്കുന്നു. എത്ര ഉന്നത ആയിട്ടുള്ള സ്ഥാനം വഹിക്കുന്ന രാഷ്ട്രീയക്കാരും പച്ചക്കള്ളം, എല്ലാവർക്കും കള്ളമാണെന്നറിയാവുന്ന കാര്യം, അത് പറയാൻ യാതൊരു മടിയും കാണിക്കുന്നില്ല. അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾ തന്നെ പച്ച നുണ, അത് ലോകത്തിന് മുഴുവൻ അറിയാൻ നുണയാന്നുള്ളത്, പക്ഷേ അവർക്ക് പറയാൻ യാതൊരു പ്രയാസവുമില്ല. അപ്പോൾ ആ ഒരു തലത്തിലേക്ക് നമ്മളുടെ രാഷ്ട്രീയം തരംതാണു പോയത് എന്തുകൊണ്ടാണെന്ന് പിതാവിന് വല്ല ധാരണയുണ്ടോ? ഇതൊരു വിഷ്യസ് സർക്കിളാണല്ലോ. അതായത് പണം മുടക്കി ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ഈ പണം തിരികെ പിടിക്കുന്നതിനുള്ള മാർഗങ്ങൾ സ്വാഭാവികമായി തേടണം. സാധാരണ ജീവിതക്രമത്തിലെ സ്വാഭാവിക രീതിയിൽ ഇത് തിരിച്ചു കിട്ടില്ല. അപ്പോൾ അതിസ്വാഭാവികമെന്ന് ഞാൻ പറയുന്നില്ല, അസാധാരണമായ ഇടപെടലുകൾ വേണ്ടി വരുന്നു. അതെല്ലാം അധാർമികതയുടെ ഭാഗമായി നിൽക്കുന്നു. അങ്ങനെയാണല്ലോ ഈ പറയുന്ന സർക്കിൾ ഇങ്ങനെ നടക്കുക, ഈ സൈക്കിൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ കൊടുത്തത് തിരിച്ചെടുക്കണം, ഇനിയും തിരിച്ചെടുത്തത് വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കണം, കൂടുതൽ തിരിച്ചെടുക്കാൻ. അങ്ങനെയുള്ള ഒരു രീതി നമ്മുടെ നാട്ടിലൊരു സർവ്വസാധാരണമായി വരുന്നു. ഇതിനിടയിലും ഈ നന്നായി നമ്മുടെ ചെറിയ ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും നമ്മുടെ സംസ്ഥാനങ്ങളിലും ഒക്കെ ദേശത്തുമൊക്കെ പ്രവർത്തിക്കുന്ന നല്ല മനുഷ്യരുണ്ട്. ഒരുപക്ഷെ അവരെ അപ്രധാനമായോ അപ്രസക്തരായോ ഒക്കെ കാണുന്ന സംവിധാനങ്ങളുമുണ്ട്. അവരാരും ഒരുപക്ഷെ മുമ്പോട്ട് അധികം കയറി വരാത്തതിൻ്റെ കാരണം സംഘാതാത്മകമായ പിൻബലമൊന്നും അവർക്കില്ല. പക്ഷേ നമ്മുടെ ഈ മേഖലയിലേക്ക് നല്ല സ്വഭാവശുദ്ധിയുള്ള ആദർശധീരരായിട്ടുള്ള ആളുകൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ടവരാണെങ്കിലും അവർ കയറി വരണം. വളരെ അത്യാവശ്യമാണ്. അതായത് ഈ മേഖല കുറച്ചുകൂടി ശുദ്ധീകരിക്കപ്പെടണം. കാരണം ഇത് പല കാരണങ്ങളുടെ പേരിൽ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിയതാണ്. നമ്മൾ പോലും ഇതിനെക്കുറിച്ച് ഒരു അർഹിക്കുന്ന ഒരു ബഹുമാനം കൊടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ എന്ന് പറയാൻ നമ്മെ നിർബന്ധിക്കുന്ന ഒരവസ്ഥയിൽ ഇത് എത്തിയിരിക്കുന്നു. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെങ്കിൽ ആദർശധീരരായിട്ടുള്ള നല്ല ആളുകൾ, അത്
ഒരു വിഭാഗത്തിൽ നിന്നുള്ളതല്ല, എല്ലാ വിഭാഗങ്ങളിൽ നിന്നും ഉള്ള മനുഷ്യർ വരണം. അവർ ധീരമായി നിന്ന് ഈ രാജ്യത്തിൻ്റെ പുതിയ വികസന സ്വപ്നങ്ങൾക്ക് അഴിമതിയില്ലാത്ത, സാധാരണക്കാരനെ മാനിക്കുന്ന, സർവർക്കും ഇടം കൊടുക്കുന്ന ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജി അതിന് ബലം കൊടുക്കുകയും മുൻപോട്ട് വരികയും ചെയ്യണം. ഇത് നമ്മുടെ നാടിൻ്റെ ഏറ്റവും പരമമായ ആവശ്യമായി ഞാൻ കാണുന്നു. നമുക്ക് ഈ ശാസ്ത്രീയ പുരോഗതി അനുഭവിക്കാനും പ്രചരിപ്പിക്കാനും സാധിക്കുന്നത് പോലെ പൊളിറ്റിക്കൽ ഐഡിയോളജി, ഈ കാര്യത്തിലുള്ള പൊളിറ്റിക്കൽ ഐഡിയോളജി വിത്ത് എ ഫൗണ്ടേഷൻ ഇൻ സെക്കുലറിസം, അത് നമ്മുടെ നാടിൻ്റെ ആവശ്യമാണ്. കാരണം നമ്മൾ നേരത്തെ സൂചിപ്പിച്ച കൃഷിക്കാരുടെ പതിത്വമുണ്ട്, സാധാരണക്കാരും മറ്റ് മേഖലയിലുള്ള ആളുകളുടെ പട്ടിണിയുണ്ട്. ഇതൊക്കെ മാറ്റാൻ രാഷ്ട്രീയക്കാർക്ക് മാത്രമേ പറ്റൂ, വേറെ ആർക്കും പറ്റില്ല. അപ്പോൾ രാഷ്ട്രീയം എന്നുള്ളത് വലിയ സേവന സാധ്യതയുള്ളൊരു മേഖലയാണ്. ഇതിനോടൊപ്പം സാറ് പറഞ്ഞ ഈ ഒരു കാര്യത്തോടൊപ്പം ചേർത്ത് പറയാനുള്ളത്, ഇവർ അന്ധമായ ഒരു കോൺസെപ്റ്റ് ഇവർ ബിൽഡപ്പ് ചെയ്യാൻ പാടില്ല. അതായത് ഈ ഒരു രാജ്യത്തിൻ്റെയോ ഒരു സംസ്ഥാനത്തിൻ്റെയോ ഒരു കൊച്ചു പ്രദേശത്തിൻ്റെയോ ഇത് മുഴുവൻ ഞങ്ങൾ തനിയെ ചെയ്യേണ്ടുന്ന കാര്യമാണ്. നോ, അബ്സല്യൂട്ട്ലി നോ. ആ ദേശത്തുള്ള എല്ലാ മനുഷ്യരുടെയും സഹകരണത്തിൽ നടപ്പിലാക്കേണ്ടതാണ് ആ ദേശത്തിൻ്റെ പുരോഗതി. അത് ഈ ജനമനസ്സുകളെ വായിച്ചറിയാൻ സാധിക്കുന്ന ഒരു പൊളിറ്റിക്കൽ സീക്കിംഗ് ഓഫ് വിസ്ഡം നമുക്ക് അത്യാവശ്യമുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്ത് നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ, NGO എന്ന് നമ്മളെല്ലാം അങ്ങനെ പെടുത്തിക്കളയും. നമ്മൾ NGO ഒന്നുമല്ല, നമുക്ക് വ്യക്തമായ ബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന നമ്മുടെ ആത്മീയ ശുശ്രൂഷകളും സംവിധാനങ്ങളുമാണ്. എങ്കിലും അതിനെ മനസ്സിലാക്കാൻ ഗവൺമെൻറ് എന്നും നോൺ ഗവൺമെൻറ്റൽ എന്നും പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ എല്ലാം നന്മ എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ ജീവകാരുണ്യ പ്രവർത്തികൾക്ക് ടാക്സ് കൊടുക്കേണ്ട എന്ന് അക്കാലത്ത് പറഞ്ഞത്? ഈ സേവനം ചെയ്യാനും പാവപ്പെട്ട കുഷ്ഠരോഗികളെ ശുശ്രൂഷിക്കാനും ഒന്നും ആരുമില്ലായിരുന്നു. അപ്പോൾ പ്രോത്സാഹനം കൊടുത്ത് നിലനിർത്തിയതാണിത്. അതാണെന്ന് വളരെ ചാരിറ്റബിൾ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന പേരിൽ ടാക്സ് ഫ്രീ ആയിട്ടൊക്കെ ചെയ്യുന്നതിന് കാരണമായത്. അതിൽ നിന്ന് വിട്ടുമാറുമ്പോൾ സ്വാഭാവികമായി ചിലപ്പോൾ സംശയങ്ങൾ ഉണ്ടാകും ആ ആസ്പെക്റ്റിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് നമ്മൾ വളരെ ഗൗരവത്തോടുകൂടി ആലോചിക്കുകയും ഒരു നല്ല പുനർസമർപ്പണം ഈ മേഖലയിൽ വരുത്തുകയും ചെയ്യേണ്ടത് ആവശ്യം. പിതാവെ, വീണ്ടും ഈ ഗാന്ധിജി എന്നുള്ളൊരു വാക്ക്, ഈ ഗാന്ധിജി എന്നുള്ളത് നമ്മുടെയൊക്കെ കാലത്ത്, നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ഒരു പാഷനാണ്. ഇപ്പോൾ ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്ന വാക്ക് ശരിക്കും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ വരച്ചിടുന്ന ഒരു മാപ്പ്, അത് ഗാന്ധിജി രൂപപ്പെടുത്തിയെടുത്തതാണ്. ഇന്ത്യയിലെ ഈ ഗാന്ധിജി വാസ്തവത്തിൽ സ്വാതന്ത്ര്യ സമരം നയിച്ചു എന്നതിനേക്കാളേറെ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഗാന്ധിജി രൂപീകരിച്ചു എന്ന് പറയുന്നതാവും സത്യം. ഗാന്ധിജിയിലൂടെയാണ് ഈ ഒരു രാജ്യം രൂപപ്പെട്ടു വരുന്നത്. ഈ വിവിധ ഭാഷകൾ, ഈ വിവിധ ഭാഷകളിലെ മനുഷ്യർ, ഇവിടെ ഉണ്ടായിരുന്ന നാട്ടുരാജ്യങ്ങൾ, ഇവരെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്തെടുത്തത് ഗാന്ധിജിയാണ്, ഗാന്ധിജിയുടെ പ്രസ്ഥാനമാണ്. അപ്പോൾ ഗാന്ധിജി എന്ന് പറയുന്ന ഒരു ഐക്കണിൻ്റെ മുകളിൽ നമ്മൾ വരച്ചിടുന്ന ഇന്ത്യയുടെ ഭൂപടം രൂപപ്പെട്ട് വരികയാണ് ചെയ്തത്. അതാണ് വാസ്തവത്തിൽ നമ്മളുടെയൊക്കെ മനസ്സിൽ രൂപപ്പെട്ട ഒരു ഇന്ത്യൻ ദേശീയത എന്ന് പറയുന്നത്. പക്ഷേ അന്നൊന്നും ഇന്ത്യൻ ദേശീയത എന്നുള്ളൊരു വാക്ക് വല്ലാതെ മുഴങ്ങി കേട്ടിരുന്നില്ല. ഇന്ന് ഈ ആധുനിക കാലത്താണ്, ഈ കാലഘട്ടങ്ങളിലാണ് ഇന്ത്യൻ ദേശീയത എന്നൊരു വാക്ക് വല്ലാതെ മുഴങ്ങി കേൾക്കുന്നത്. ഈ ഇന്ത്യൻ ദേശീയതയും ആ ഇന്ത്യൻ ദേശീയതയും ഒന്ന് തന്നെയാണോ? പിതാവിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ്? നമ്മുടെ ഈ ഇന്ത്യയുടെ ചരിത്രത്തിൽ നമ്മുടെ ഇന്ത്യയുടെ മാപ്പിൻ്റെ തലനിൽക്കുന്ന സ്ഥലം, അതിൻ്റെ ഷേപ്പിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊക്കെ ഉണ്ടായിട്ടുണ്ട്, ചൈനയുമായിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ കാലാകാലങ്ങളിൽ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഇങ്ങനെ ഒരു വരച്ച് മുകളിലെത്തിക്കുമ്പോൾ ആര് പറഞ്ഞത് ഇന്ത്യയാണ്? നമ്മളെ ആര് പഠിപ്പിച്ചു ഇത് ഇന്ത്യയാണ്? ഇനി ഈ വൃത്താകൃതിയിലുള്ള രണ്ട് കണ്ണട നീട്ടി അങ്ങോട്ട് വച്ചിരുന്നാൽ ഇത് ഗാന്ധിയാന്ന് ആര് പറഞ്ഞു?
നമ്മളോട് ആരും പറയാതെ മനസ്സിലേക്ക് കയറി വരികയാണ്, ഈ വരച്ച ഈ വരയാണ് ഇന്ത്യ, ഗാന്ധിയുടെ കണ്ണടയാണ് ഗാന്ധി. അറിയാതെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു കാര്യം ഞാൻ ഓർത്തുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഈ വര വരച്ചിട്ട് ഇന്ത്യയാണെന്ന് പറയുന്നത് പോലെ തന്നെ ഈ വരയ്ക്കുള്ളിൽ നിൽക്കുന്ന കോടാനുകോടി ജനങ്ങൾ ആണ് ഇന്ത്യയെ നിർമ്മിക്കുന്നത്. ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തിയ ആയിരക്കണക്കിന് വർഷങ്ങളിലെ ജീവിതങ്ങൾ നമുക്ക് ഒരു ജീവിത സമീപനം, അതാണല്ലോ സംസ്കൃതി, സംസ്കാരം സമ്മാനിച്ചിട്ടുണ്ട്. അത് കാശ്മീറും കന്യാകുമാരിയും ഒക്കെ ചേർത്ത് നിർത്തുന്ന വേഷവിധാനം, രീതികൾ, മനുഷ്യൻ്റെ പ്രത്യേകതകൾ, അവൻ്റെ സൗന്ദര്യബോധം, അവൻ്റെ പ്രകൃതി ഭംഗി, അവൻ്റെ ആയുധ കലകൾ, അവനാക്കി നിലനിർത്തുന്ന എല്ലാ ഘടകങ്ങളും ഈ കൊച്ചു പ്രദേശങ്ങളെല്ലാം ഉണ്ടായിരുന്നു. ഇതാണ് ഇന്ത്യ. ഈ കൊച്ചു പ്രദേശങ്ങളെ കൂട്ടിയിണക്കിയതിൻ്റെ പേരാണ് ഇന്ത്യയുടെ ദേശീയത, ഇന്ത്യൻ നാഷണലിസം. ഇതിന് നടുക്ക് സാറ് സൂചിപ്പിച്ചതുപോലെ ഈ രണ്ട് കണ്ണട വെച്ചാൽ നമ്മൾ പറയും ഗാന്ധിയും ഇന്ത്യയും. ഗാന്ധിയൊന്നും എഴുതി വയ്ക്കുകയൊന്നും വേണ്ട. അപ്പോൾ ഇന്ത്യയെ ഇന്ത്യയാക്കി നിലനിർത്തിയ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആ ഘടകങ്ങൾ സജീവമായി കാലാകാലങ്ങളിൽ പ്രബലപ്പെട്ടു വന്നതിനെയാണ് നമ്മൾ ഇന്ത്യയുടെ ദേശീയത എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. എപ്പോഴും നമ്മൾ ആ വാക്ക് ഉപയോഗിച്ചിരുന്നില്ലെങ്കിലും ഇന്ത്യ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ദേശീയതയാണ് എപ്പോഴും മുമ്പിൽ നിന്നിരുന്നത്. ഈ ദേശീയത രൂപപ്പെട്ടു വരുമ്പോൾ അന്നും ഇന്നും മഹാഭൂരിപക്ഷം വരുന്ന ഇവിടുത്തെ ഹൈന്ദവ സമൂഹം, ഈ മഹാകുടുംബം വളരെ കരുതലോടുകൂടിയാണ് ഇവിടേക്ക് വന്നിട്ടുള്ള പുതിയ വിശ്വാസങ്ങളെയെല്ലാം സ്വീകരിച്ചിട്ടുള്ളത്. ക്രൈസ്തവർ ഈ കൂട്ടത്തിൽ പെടുന്നതാണ്. 2000 വർഷമായി നാം ഇവിടെ സ്വീകരിക്കപ്പെട്ട് നിലനിൽക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം വളരെ സർവഭാവനയോടുകൂടി ഈ മഹാകുടുംബം നമ്മെ സ്വീകരിച്ചു എന്നുള്ളതാണ്. അവരൊരിക്കലും ഒരു ആധിപത്യത്തിൻ്റെ ചുമട് നമ്മുടെ മേൽ വച്ചിട്ടില്ല. ഇന്ത്യയുടെ ദേശീയത നിലനിർത്തിയതിൻ്റെ ഒരു ഭാഗമാണ് ഈ എല്ലാ മതങ്ങളെയും ഉൾക്കൊള്ളുവാൻ സ്പേസ് ഉള്ള ഒരു ഇന്ത്യയെ കണ്ടെത്തി നമുക്ക് സമ്മാനിച്ചത്. ഈ ഇന്ത്യയാണ് അന്നും ഇന്നും നമ്മുടെ ഇന്ത്യയായി നിൽക്കുക. അപ്പോൾ ഇന്ത്യയുടെ ദേശീയത എന്ന് പറയുന്നതിനോട് ഐഡൻറ്റിഫൈ ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ നിരവധിയാണ്. ഒരു കാലത്തും സംശയമില്ലാതെ പറഞ്ഞിരുന്ന കാര്യം, ഇന്ത്യയിൽ വസിക്കുന്ന മഹാഭൂരിപക്ഷം ഹൈന്ദവരാണെങ്കിലും ഇത് ഹൈന്ദവർക്ക് മാത്രമായി സംവരണം ചെയ്യപ്പെട്ട ഒരു സ്ഥലമാണ്, രാജ്യമാണെന്നൊരിക്കലും പറഞ്ഞിരുന്നില്ല. അതായിരുന്നു ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികൾ, ഹൈന്ദവ മഹാകുടുംബത്തിലെ ആളുകളുടെ മഗ്നാനിമിറ്റി, വളരെ ഔദാര്യം. കാലം മാറി വരികയാണ്. ഇന്ത്യയുടെ ദേശീയതയ്ക്ക് ഡിസൈഡിങ് ഫാക്ടർ നീ വിശ്വസിക്കുന്ന മത സമൂഹമാണെന്ന് ഇന്ത്യയുടെ ദേശീയത ഒരിക്കലും നമ്മെ പഠിപ്പിച്ചിട്ടില്ല. യു ആർ ഫ്രീ ടു ചൂസ് യുവർ റിലിജൻ. നിൻ്റെ മതം, നിൻ്റെ വിശ്വാസം തിരഞ്ഞെടുക്കാൻ നിനക്ക് സ്വാതന്ത്ര്യമുണ്ടെന്ന് ഓരോ ഭാരതീയനോടും പറയുന്നതാണ് ഇന്ത്യയുടെ ദേശീയത. അത് മാനിക്കപ്പെട്ടു പോകുമ്പോഴാണ് ഇന്നും നമുക്ക് പ്രസക്തി ഉണ്ടാവുക. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യയുടെ മഹത്വം എൻ്റെ എളിയ പരിമിതമായ അറിവിലും അനുഭവത്തിലും ഞാൻ പറയട്ടെ, എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുവാൻ ഇടമുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥിതി, സംസ്കാരം, അതാണ് ഇന്ത്യയുടെ ദേശീയത. അതങ്ങനെ നിൽക്കണമെന്ന് തന്നെയാണ് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നത്. അപകടകരമായ സൂചനകൾ ലോകത്തിൻ്റെ പല ഭാഗത്ത് രൂപപ്പെട്ടപ്പോഴും ഇന്ത്യ അചഞ്ചലമായി ഈ മേഖലയിൽ നിലനിന്നു.
മതമല്ല ഇന്ത്യയുടെ ദേശീയതയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്ന ഘടകം. അതിൽ മതാത്മകതയുണ്ട്, ആ ഹൈന്ദവ മഹാകുടുംബത്തിന് അതിൽ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്, വലിയ സംഭാവനയുണ്ട്, ഇന്നുമുണ്ട്. ഇന്നും അത് സജീവമായി നിൽക്കുന്നതാണ്. നമ്മളതിൽ ഈ ക്രിസ്ത്യാനികൾ എന്ന നിലയിൽ നമ്മൾ ആ കാര്യത്തിൽ വളരെ കടപ്പെട്ടിരിക്കുന്നു. ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളെല്ലാം കടപ്പെട്ടിരിക്കുന്നു ഈ മഹാകുടുംബത്തോട്. കാരണം അവരിതിൽ വെള്ളം ചേർക്കാതെ ഈ വളരെ മഗ്നാനിമസായി ഔദാര്യത്തോടെ ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ നമ്മെ സഹായിച്ചിട്ടുണ്ട്. ആ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുക. ഇതാണ് ഇന്ത്യയുടെ ദേശീയത. അപ്പം ഇത് സംരക്ഷിക്കപ്പെടണം. ഒരു ഘടകം അതാണ് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ദേശീയത എന്ന് പറയാനാവില്ല. പല ഘടകങ്ങളുണ്ട്. ഇനി ഇവിടെ ക്രിസ്തുമതം ഇവിടെ വന്നു. ക്രിസ്തുമതം ഇവിടെ വന്ന് ജീവിച്ച് തുടങ്ങിയപ്പോൾ മുതൽ ഇന്ന് വരെ ഇവിടുത്തെ പാവപ്പെട്ട മനുഷ്യരുടെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുള്ളത് യേശു ക്രിസ്തു ഈ കാരുണ്യ പ്രവൃത്തി ചെയ്യാൻ ഈ വിശ്വാസികളെ നിർബന്ധിച്ചു എന്നതുകൊണ്ടാണെന്ന് മദർ തെരേസ അസന്നിഗ്ധമായി പറഞ്ഞു. മദർ തെരേസയുടെ ശുശ്രൂഷ തന്നെ ലോകം മുഴുവൻ വ്യാപിച്ചെങ്കിലും പ്രധാനപ്പെട്ട സങ്കേതം ഇന്ത്യയായിരുന്നല്ലോ. കോടാനുകോടി ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആത്മാവിനെ കണ്ടെത്താൻ ഈ അമ്മയെ സഹായിച്ചത് ഈ ഒരു ആത്മീയതയാണ്. അപ്പോൾ ഇതെല്ലാം കോംപ്ലിമെൻ്ററി, അനുപൂരകങ്ങളായിട്ടുള്ള ഘടകങ്ങളാണ്. ഒരു ഘടകത്തെ എടുത്ത് ഇതിനെല്ലാം മുകളിൽ ഡോമിനേറ്റ് ചെയ്യുന്ന ഘടകമായി നിൽക്കുമ്പോൾ ഇന്ത്യയുടെ ദേശീയത ചോദ്യം ചെയ്യപ്പെടുകയാണ്. ഈ നാം അഭിമാനം കൊള്ളുന്ന ഇന്ത്യ എല്ലാവരുടേതുമാണ്. എല്ലാ കാലത്തും പരിരക്ഷിക്കപ്പെട്ടു പോരുന്ന ഇന്ത്യയുടേതാണ്. ആ ദേശീയത വേണം നമുക്കിനിയും വരും കാലങ്ങളിലും നമ്മെ നയിക്കാനും നമ്മെ നിയന്ത്രിക്കാനും. ലോകരാഷ്ട്രങ്ങളുടെ ഇടയിൽ ഇന്ത്യക്ക് സ്വീകാര്യത നൽകുന്നത് ഈ ദേശീയതയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത്രയും നേരം നമ്മോട് സംസാരിച്ച പിതാവിന് നമുക്ക് നന്ദി പറയാം. ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വിശദമായ വിഷയങ്ങളിലേക്ക്, ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് ഈ പ്രോഗ്രാം തുടരും. അതുവരെ നമസ്കാരം.